ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നെട്ടയത്ത് വന്നു. അച്ഛനും അമ്മയ്ക്കും 1-2 കാര്യങ്ങളുണ്ട്, ബാങ്കിലൊക്കെ പോകണം. അപ്പോൾ വരുമോ? എന്തായാലും വന്നാൽ ലേറ്റ് ആവും, സമയമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. ആക്ച്വലി ഞാൻ അവരുടെ ഡ്രൈവറാണല്ലോ. അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെയൊക്കെ വന്നിട്ട്. പിന്നെ ചീമയുടെ വീട്ടിലും പോയിട്ട് കുറേ ദിവസമാണ് കേട്ടോ. ചീമയുടെ വീട്ടിലൊക്കെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ശരി വന്നേക്കാന്ന് എഴുതി. വസ്ത്രയുടെ ഡീലിങ്സ് എല്ലാം ഏട്ടനെ ഏൽപ്പിച്ചിട്ടെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഏട്ടനെ ഏൽപ്പിച്ചിട്ടില്ല. ഫോണും കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലാണ്. പിന്നെ ചില കുർത്തീസിൻ്റെ സൈസുകൾ, സാരിയുടെ കളേഴ്സൊക്കെ ചോദിച്ച് ചിലർ വിളിക്കും. അതൊക്കെ അവൈലബിൾ ആണോ എന്നൊന്ന് ഏട്ടനെ വിളിച്ച് ചോദിക്കും. അത്രമാത്രമാണ് ഏട്ടൻ ചെയ്യുന്ന ഡീലിങ്സ് കേട്ടോ. അപ്പോൾ തൽക്കാലം ഏട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെയും അമ്മയുടെ കൂടെ ഇറങ്ങി. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് പറയാൻ ഒത്തിരി ഉണ്ടെന്ന്. അതെല്ലാ മക്കൾമാർക്കും അച്ഛനമ്മമാരെ പറ്റി പറയാൻ കുറച്ച് കൂടുതലുണ്ടാവും. പക്ഷേ എൻ്റെ അച്ഛൻ ഭയങ്കര സ്പെഷ്യലാട്ടോ. കുടുംബത്തിന് വേണ്ടി ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് അച്ഛൻ. എല്ലാ അച്ഛന്മാരും അങ്ങനെ തന്നെ, പക്ഷേ എൻ്റെ അച്ഛൻ അങ്ങനെയല്ല കേട്ടോ, കുറച്ചുകൂടെ സ്പെഷ്യലാണ്. അതെല്ലാ മക്കൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരവരുടെ അച്ഛന്മാർ കുറച്ചുകൂടെ സ്പെഷ്യലാണ്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, എൻ്റെ അച്ഛൻ ഇപ്പോഴും കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തായിരുന്നു, അങ്ങനെയുള്ള മോൾ എന്തിനാണ് പിന്നെ ഒളിച്ചോടി പോയതെന്ന്. അതിന് ചില കാരണങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും ആഗ്രഹിച്ച സാധനം ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടാലോ എന്നൊക്കെ ചിലപ്പോൾ മനസ്സിൽ തോന്നുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളാണതെല്ലാം. അത് ഒരിക്കലും അച്ഛനോടോ അമ്മയോടോ സ്നേഹം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മൾ സ്നേഹിക്കുന്ന ആളോടുള്ള സ്നേഹം കൂടുമ്പോൾ പറ്റിപ്പോകുന്ന കാര്യമാണ്. എന്നെയും ജീമയായാലും അച്ഛൻ ഭയങ്കര കെയറിങ്ങോട് കൂടിയാട്ടോ വളർത്തിയത്. കൂടെ കൊണ്ട് നടന്ന് എല്ലാ കാര്യങ്ങളിലും അമ്മയെക്കാട്ടി കൂടുതൽ അച്ഛനാണ് ഓരോ കാര്യങ്ങളും ചെയ്ത് തന്നിട്ടുള്ളത്. അച്ഛൻ എവിടെ പോയാലും വാലുപോലെ ഞാൻ കൂടെ പോകുമായിരുന്നു കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഞങ്ങളൊരു സാധാരണ ഒരു ഫാമിലിയിലുള്ള ഒരു ആൾക്കാരാണ് ഞങ്ങൾ. ചുള്ളിമാനൂർ ആറാമ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിറയെ റബ്ബറും അതിൻ്റെ നടുക്കൊരു വീടുമായിട്ടുള്ള അത്രയും ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ ആ റബ്ബറിൽ നിന്നൊക്കെ കിട്ടുന്ന ഷീറ്റും പിന്നെ കുറേ കുരുമുളക്, തെങ്ങ്, അങ്ങനെയൊക്കെയുള്ള കുറേ സ്ഥലമുണ്ടായിരുന്നത് കൊണ്ട് കുറേ കൃഷി എന്ന് പറയാൻ പറ്റില്ല, ഈ വക കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അത് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് വരെ അച്ഛൻ ഒരു ആഹാരത്തിനോ ഞങ്ങളൊരു ആഗ്രഹം പറഞ്ഞ ഇന്ന് വരെ അച്ഛനെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ അച്ഛൻ സാധിച്ച് തന്നിട്ടുണ്ട്. പിന്നെ അച്ഛന് അവിടെയൊക്കെ അടുത്തൊക്കെ വേറെ വീടുകളിലും റബ്ബർ ടാപ്പിങ്ങിനൊക്കെ പോകുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് അച്ഛൻ ഞങ്ങളെ വളർത്തിയത്. ഏറ്റവും നല്ല വിദ്യാഭ്യാസം അച്ഛനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എനിക്കും ചീമയ്ക്കും തന്നിട്ടുണ്ട്. ചീമ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും ഇപ്പോഴും അച്ഛൻ പറയും, എന്തെങ്കിലും പഠിച്ച് ഒരു ജോലി കൂടെ നേട്, അതിനെന്ത് വേണോ, ചീമയോടും പറയുന്നത്, പഠിക്കാൻ നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും എന്ത് വേണോ, ഏതറ്റം വരെ വേണോ പോവാൻ ചെയ്തു തരാമെന്നുള്ളത്. അച്ഛൻ അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം തന്നു. ചീമ പഠിച്ചു, ഞാൻ പഠിച്ചില്ല കേട്ടോ, സത്യസന്ധമായിട്ട് പറയാണ്. അവൾ ആ വിദ്യാഭ്യാസം അച്ഛൻ കൊടുത്തത് അവളത് നല്ല രീതിയിൽ സ്വീകരിച്ചു. ഞാൻ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, വർക്കും കാര്യങ്ങളും. ഞാനൊരു 6th പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്നതും. പിന്നെ അങ്ങോട്ട് ആ ഒരു രീതിയിലേക്കായി. പിന്നെ പഠിത്തത്തിലേക്കുള്ള ശ്രദ്ധ ഞാൻ കൂടുതലും കുറച്ചു. എങ്ങനെയൊക്കെയോ ഡിഗ്രി വരെ ആയി, അത്ര തന്നെ കേട്ടോ. ഒരു സർട്ടിഫിക്കറ്റ് PA കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് അത്ര തന്നെയാണ് എൻ്റെ ഒരു ഡിഗ്രി എന്ന് പറയുന്നത്. ഞാനത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ചുള്ളിമാനൂരിലുള്ള വിമല ഹൃദയ കോൺവെൻറ്റിലായിരുന്നു ഞങ്ങൾ നഴ്സറി, ഞാനും ചീമയും പഠിച്ചത്. പിന്നെ ഒരു 6th വരെ ക്രിസ്തുജ്യോതി എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഏറ്റവും നല്ല സ്കൂൾ, CBSE സിലബസ്, അവിടെയാണ് പഠിച്ചത്. അവിടെ ഈ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകും, കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവിടെ നിന്നൊരു 1.5-2 വർഷത്തേക്ക് ഗവൺമെൻറ് ഗേൾസ് ഹൈ സ്കൂളിൽ പഠിപ്പിച്ചു. അത് അച്ഛന് ഭയങ്കര വിഷമമായിരുന്നു, ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുന്നു എന്നുള്ളൊരിത് വിഷമം അച്ഛനുണ്ടായിരുന്നു. ചീമ പക്ഷേ വേറൊരു പ്രൈവറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അവിടുന്ന് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഞങ്ങളെ ARR സ്കൂളിലേക്ക് മാറ്റി. അതും CBSE സിലബസ് ആയിരുന്നു. +2 വരെ ഞാൻ അവിടെ ആയിരുന്നു. ചീമതെ ഇപ്പം മെഡിസിൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ചീമയും നിൽക്കുന്നുണ്ട്. ചീമയെ പഠിപ്പിച്ചതും അച്ഛൻ തന്നെയാണ്, എന്നെ ഇതുവരെയും പഠിപ്പിച്ചത് അച്ഛൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കുടുംബത്തിന് വേണ്ടി. ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയിട്ടും കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുടുംബത്തിലുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടിയിട്ടും പല രീതിയിൽ അച്ഛൻ കഷ്ടപ്പെട്ട കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആർക്കും തന്നെ അച്ഛൻ ആ കഷ്ടപ്പെട്ടതൊന്നും പലർക്കും അറിയത്തില്ല. പലരും അതെല്ലാം എന്തോ അറിയാത്ത പോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ആർക്കും എന്തറിയില്ലെങ്കിലും എനിക്കും എൻ്റെ അനിയത്തിക്കും അമ്മയ്ക്കും അറിയാം, അച്ഛൻ്റെ കുടുംബത്തിന് വേണ്ടി, അച്ഛൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അച്ഛൻ എത്രത്തോളം ഏതറ്റം വരെ പോകുമെന്നുള്ളത് ഞങ്ങൾക്കറിയാം കേട്ടോ. അതിപ്പോഴും ഈ നിമിഷം വരെയും എനിക്കായാലും ചീമയ്ക്കായാലും വേദയ്ക്കായാലും
ഏതറ്റം വരെ. അമ്മയുടെ കാര്യമായാലും അങ്ങനെ തന്നെ കേട്ടോ. ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് അച്ഛൻ ഏതറ്റം വരെയും എന്ത് കാര്യവും പറഞ്ഞാലേ സാധിച്ചു തരും. അതാണ് എൻ്റെ അച്ഛനെന്ന് പറയുന്നത്. വെരി സ്പെഷ്യലാണ്. പിന്നെ എൻ്റെ ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ് ഒളിച്ചോടി പോയത് എന്നുള്ളത്. പക്ഷേ ആ ഒരു തീരുമാനം ആദ്യമൊക്കെ അച്ഛനും അമ്മയ്ക്കും തോന്നിയിട്ടുണ്ടാവും വളരെ തെറ്റായിരുന്നു എന്നുള്ളത്. പക്ഷേ പിന്നീട് ഏറ്റവും ശരിയായിട്ടുള്ള തീരുമാനമാണ് ഞാൻ എടുത്തത് എന്നുള്ളത് അച്ഛനും അമ്മയ്ക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അച്ഛൻ എപ്പോഴും പറയും ഏട്ടനായതുകൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ എന്നേ ഞാൻ ഒത്തുതീർപ്പിന് ചെല്ലേണ്ടി വന്നാനേ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയും കേട്ടോ. അതൊക്കെ വളരെ ശരിയാണ്. അപ്പോൾ അവരാലോചിച്ചപ്പോൾ എന്തുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തത് വളരെ കറക്റ്റാണെന്ന് തോന്നി, വളരെ പെർഫെക്റ്റ് ആണെന്ന് തോന്നി. അതുകൊണ്ട് അത് അച്ഛനും അമ്മയ്ക്കും വിഷമമുള്ള കാര്യമല്ല ഇപ്പോഴും. അന്നൊക്കെ കുറേയേറെ വിഷമിച്ചു. ഞാനും അതേ തന്നെ കേട്ടോ. നമ്മൾ അച്ഛനും അമ്മയൊക്കെ മിസ് ചെയ്തിരിക്കുമ്പോൾ ഉറപ്പായിട്ടും വിഷമിക്കുമല്ലോ. ഫസ്റ്റ് ടൈം അങ്ങനെയൊക്കെ മിസ് ചെയ്തിരിക്കുമ്പോൾ ആ വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് വേദ വന്നതോടെ എല്ലാ കാര്യങ്ങളും കഥകളും ഒക്കെ മാറി. ഇപ്പോൾ ഞങ്ങളെക്കാട്ടിയൊക്കെ സ്നേഹം അച്ഛന് വേദയോടാണ്. ഏട്ടനോടായാലും നല്ല സ്നേഹമാണ്. അവർ ഫ്രണ്ട്സിനെ പോലെ കേട്ടോ. അച്ഛനും ഏട്ടനും ഭയങ്കര ഫ്രണ്ട്സിനെ പോലെയാണ്. അത് പണ്ട് മുതലേ വർക്ക് ചെയ്യുമ്പോഴേ ഉള്ളൊരു സൗഹൃദമാണ്. പിന്നെ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു ചെറിയ ഒരു ഇതൊക്കെ വന്ന ശേഷം ഇപ്പോൾ എഗെയിൻ നല്ല കൂട്ടാണ്. എന്തായാലും ഇതൊക്കെ തന്നെയാണ് എൻ്റെ അച്ഛനെ പറ്റി പറയാനുള്ളത്. എല്ലാ മക്കൾക്കും ഉള്ളതുപോലെ എല്ലാ മക്കളെയും അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തിയത്. കാശുള്ളവരായാലും കാശില്ലാത്തവരായാലും കഷ്ടപ്പെട്ട് തന്നെയാണ് അച്ഛനമ്മമാർ വളർത്തുന്നത്. പക്ഷെ അത് നമ്മുടെ മക്കൾ ഇങ്ങനെ അച്ഛനമ്മമാരെ പറ്റി പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് സ്പെഷ്യലായിട്ട് തോന്നും. നമ്മളങ്ങനെ പുകഴ്ത്തി 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 പറയും അല്ലേ. അതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ അച്ഛന് പെട്ടെന്ന് എന്തെങ്കിലും വയ്യായിക എന്നറിയുമ്പോൾ എനിക്കായാലും ചീമയ്ക്കായും ആയാലും പെട്ടെന്നൊരു നെഞ്ചിലൊരെന്തോ ഒരു നെഞ്ചിടിപ്പ് പോലെ കേട്ടോ. അത് അമ്മയ്ക്കായാലും ഉണ്ട്. പക്ഷേ അച്ഛനാകുമ്പോൾ കുറച്ചുകൂടെ എന്തോ ഒരു കൂടുതലാണ്. ഇത് തന്നെ ആക്ച്വലി നമ്മുടെ റബ്ബർ എസ്റ്റേറ്റ് എന്നൊന്നും പറയുന്നില്ല, ആളുകൾ ഇപ്പോൾ പറയും തള്ളുകയാണെന്ന്. റബ്ബർ വിള, അത് നിങ്ങളുടെ നാട്ടിൽ ആ പുരയിടം, എനിക്ക് ആ വാക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. നമുക്ക് അരുവിക്കര കുറച്ച് റബ്ബറുണ്ട്. അവിടെ നിറയെ കാട് പിടിച്ചിരുന്നു കേട്ടോ. ആ കാട് വെട്ടാൻ പോയതാണ് അച്ഛൻ. വെട്ടാൻ പോയിട്ട് വന്ന് അവിടുത്തെ എന്തോ കയറി കടിക്കുകയോ പിടിക്കുകയോ എന്തോ ചെയ്ത് ദേഹം ഫുൾ അലർജി. 2 ദിവസമായിട്ട് ഇപ്പോൾ കുറയുമെന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുകയാണ്. ഈ അലർജിയൊക്കെ വന്ന് എന്ത് നമ്മൾ സിമ്പിളായിട്ട് കണക്കാക്കാം. പക്ഷേ എന്ത് ഡേഞ്ചറാണെന്നറിയോ. ഇന്ന് ചീമയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളിവിടെ ഒരു ഹെൽത്ത് സെൻ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ കയറാം, പെട്ടെന്ന് എനിക്കങ്ങനെ തോന്നി കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ കയറി അവിടെ 2 ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് വന്നത്. അത് പറയാൻ കാരണം അച്ഛൻ ഇതുപോലെയാണ്. ചെറിയ കാര്യങ്ങൾ വന്നാലും, ചെറുതല്ല വലിയ കാര്യങ്ങൾ വന്നാലും ഇപ്പോൾ കുറയും വേണ്ട പോണ്ടെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ അത് ചെന്നെത്തുന്നത് വലിയൊരു ദോഷത്തിലേക്കായിരിക്കും, വലിയൊരു അസുഖത്തിലേക്കായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഇത് വന്നാലും അച്ഛൻ്റെ കാര്യം അച്ഛനിപ്പോൾ ഒരു ചെറിയ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മൾ നിർബന്ധിച്ചാലും മാത്രമേ അച്ഛൻ ഹോസ്പിറ്റലിൽ പോവുള്ളൂ, മരുന്ന് വാങ്ങത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കുറേ ദുശീലങ്ങൾ അച്ഛനുണ്ട് കേട്ടോ. അത് ഇപ്പോൾ നമുക്ക് വയ്യായിക ഉണ്ടെങ്കിൽ നമുക്കേ അറിയത്തുള്ളൂ, നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. ഇത് അച്ഛൻ അങ്ങനെയല്ല. വയ്യായിക ഉണ്ടെങ്കിലും വെളിയിൽ പറയത്തില്ല. അത്രയും അങ്ങ് ഡീപ്പായിട്ട് വയ്യാതെ ആവുകയാണെങ്കിൽ കിടന്ന് പോകുമെന്നൊരവസ്ഥ വന്നാൽ മാത്രമേ അച്ഛൻ വെളിയും മിണ്ടത്തുള്ളൂ, ഹോസ്പിറ്റലിലും പോകത്തുള്ളൂ. അതൊക്കെ കൊണ്ട് അച്ഛന് ചെറിയൊരു ജലദോഷം വന്നാലും നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെട്ടെന്ന് പിടിച്ചുകൊണ്ട് പോകും. കാരണം ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കണതുകൊണ്ട് നമുക്കതൊരു ടെൻഷനാണ്. അത് പക്ഷേ അച്ഛനൊന്നും വലിയൊരു കാര്യമൊന്നുമല്ല. അച്ഛൻ പറയും പിന്നെ ഒരു ജലദോഷമല്ലേ, എനിക്ക് വേറെ പണിയില്ല, 2 ആവി പിടിക്കുമ്പോൾ കുറയും എന്നാണ് പറയുന്നത്. ഇവിടെ എൻ്റെ ഏട്ടൻ്റെ കാര്യം നേരെ മറിച്ച് കേട്ടോ. ഒന്ന് അച്ചീന്ന് തുമ്മി ആദ്യം അപ്പോൾ തുടങ്ങും കേട്ടോ. ഹോസ്പിറ്റലിൽ പോകുന്നു, ഇഞ്ചക്ഷൻ എടുക്കുന്നു, ആവി പിടിക്കുന്നു. 1 മണിക്കൂർ കൊണ്ട് ഏട്ടൻ്റെ ആ ജലദോഷം ഏട്ടൻ കുറച്ചിരിക്കും. അതാണ് ഏട്ടൻ. അതുപോലെ അല്ല പക്ഷേ അച്ഛൻ. ഈ സാധനം തന്നെ എന്തോ കടിക്കുകയോ എന്തോ പിടിക്കുകയോ, അല്ലെ കഴിഞ്ഞ ദിവസം പ്രോൺസ് കഴിച്ചു. ഇനി പ്രോൺസിൻ്റെ ആണോ അലർജി എന്ന് അറിയത്തില്ല. വിളിച്ചാൽ വരത്തില്ല. 2 ദിവസം കൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞ് നടക്കുകയാണ്. ഇന്ന് കുറയും നാളെ കുറയും തുടങ്ങിയിട്ട് ഒട്ടും പറ്റണില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചീമയുടെ അവിടെ പോകുന്ന വഴിക്കാണ്, ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ സമയം ഉച്ചയായി കേട്ടോ ചീമയുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സൊക്കെ പോകാനുള്ള സമയമായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ ഹെൽത്ത് സെൻ്ററിൽ ഒരു 6 മണി വരെയൊക്കെ ഡോക്ടർ ഉണ്ടാവും വൈകുന്നേരം. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഇവിടെ ഒന്ന് കയറി കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നിർബന്ധിച്ച് അങ്ങോട്ട് പോയപ്പോൾ ടോക്കൺ എടുത്തിട്ട് പോയിട്ട് തിരിച്ച് വന്നപ്പോഴാണ് കണ്ടത്. അങ്ങോട്ട് പോയി ഒരു വിധത്തിൽ കേൾക്കില്ല. പിന്നെ പറഞ്ഞ് എന്തായാലും നമുക്ക് ടോക്കൺ എടുത്ത് വെച്ചേക്കാം. അപ്പോൾ 99 ടോക്കൺ നമ്പർ പറഞ്ഞത്. 70 എന്തേ ആയിട്ടുള്ളൂ. ഭയങ്കര തിരക്ക്, വേണ്ട പോകാമെന്ന് പറഞ്ഞ് എന്തോ ഭാഗ്യത്തിനാണ് ടോക്കൺ കൊണ്ടുപോയിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും 94 ആയി. അപ്പോൾ പിന്നെ 2 പേരും കൂടെ ഇല്ലുള്ളൂ. എന്ത് ഭാഗ്യത്തിന് അവിടെ പിടിച്ചിരുത്തിയിട്ടാണ് 2 ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വന്നത്. ഇപ്പോഴും വലിയ കുറവൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വച്ചുകൊണ്ടിരിക്കരുത്, എവിടെയെങ്കിലും കൊണ്ട് കാണിക്കണമെന്ന് ഞാനും ചീമയും അമ്മയൊക്കെ പറയുന്നുണ്ട്. കൊണ്ട് കാണിക്കാൻ പറഞ്ഞാലും നീ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ, അതിന് തോന്നണം. അങ്ങനെയൊക്കെ ഉണ്ട് അച്ഛൻ. അപ്പോൾ അച്ഛനെ പറ്റി ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഒക്കെ കിട്ടിയല്ലോ.
അച്ഛൻ ആക്ച്വലി ഒരു വലിയൊരു കലാകാരനാണ് കേട്ടോ. അച്ഛൻ്റെ കയ്യിലില്ലാത്ത കാര്യങ്ങളില്ല. അച്ഛനൊരു സകലകലാ വല്ലഭനാണ്. അച്ഛന് അറിഞ്ഞൂടാത്ത കാര്യങ്ങളില്ല. എന്തിനെപ്പറ്റി ചോദിച്ചാലും എല്ലാം, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അച്ഛനറിയാം. ഡാൻസറാണ്, കഥാപ്രസംഗം, പാട്ടുകാരൻ, കരാട്ടെ. അച്ഛൻ ഞാൻ പറഞ്ഞില്ല, അറിഞ്ഞൂടാത്ത കാര്യങ്ങളായിട്ടൊന്നുമില്ല. അച്ഛൻ കൈവയ്ക്കാത്ത മേഖലകളൊന്നുമില്ല. അപ്പോൾ അച്ഛന് ഒരു കലാകാരനാകണം, എന്തെങ്കിലുമൊക്കെ നാടകം, അത് ഇത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം പണ്ടൊക്കെ കലോത്സവങ്ങളിൽ പല കുട്ടികൾക്കും മോൺ ആക്ട്, നാടകമൊക്കെ പഠിപ്പിച്ച് കൊടുത്ത് അവരെല്ലാം വിന്നേഴ്സ് ആയിട്ടുണ്ട്. ഈ ഞാനുൾപ്പെടെ ഈ ഫീൽഡിലോട്ടൊക്കെ ഇറങ്ങും മുന്നേ സ്കൂളിലുള്ള എല്ലാ പ്രോഗ്രാമിനും പ്രസംഗം, കഥാപ്രസംഗം, മോൺ ആക്ട്, ഡാൻസ്, പാട്ട്, ചീപ്പ്, കൂപ്പ് എല്ലാ കാര്യങ്ങൾക്ക് ചേരും. എല്ലാത്തിനും ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിട്ടായിരിക്കും വരുന്നത് കേട്ടോ. അച്ഛനാണ് ഇതിനെല്ലാം പഠിപ്പിച്ച് തരുന്നത്. അച്ഛൻ പഠിപ്പിക്കുന്ന എല്ലാ ഐറ്റംസിനും ഫസ്റ്റ് പ്രൈസ് കിട്ടും. ഇപ്പോൾ പിന്നെ അതിനൊന്നും നമ്മൾ ഇറങ്ങാറുമില്ല, പോവാറുമില്ല, ചെയ്യാറുമില്ല. അതാണ് അതിൻ്റെ സത്യം കേട്ടോ. ഈ അച്ഛൻ പഠിപ്പിച്ച് വിടുന്ന എല്ലാ ഐറ്റംസിനും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കും. ഞാൻ തള്ളുന്നതല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ അച്ഛനൊരു കലാകാരനാകണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പുറകെ ഒരുപാട് നടന്ന് അല്ലെങ്കിൽ തിരിഞ്ഞ് പിന്നീടാണ് അച്ഛൻ അമ്മയൊക്കെ കല്യാണം കഴിക്കുമ്പോൾ പിന്നെ ഫാമിലിയൊക്കെ ആയപ്പോൾ ആ കലയെ അങ്ങ് ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ റബ്ബറും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ അങ്ങനെ മുന്നോട്ട് പോയത്. പ്രാരാബ്ദങ്ങൾ കൂടുമ്പോൾ കുടുംബം എന്നുള്ളൊരിത് വരുമ്പോൾ പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ ഉപേക്ഷിച്ചിട്ടാണ് എന്നെ എവിടെയെങ്കിലും എത്തിക്കണം എന്നുള്ള രീതിയിൽ വന്ന്, ഞാൻ പറഞ്ഞില്ല, എന്നെ കുഞ്ഞിലേ തന്നെ അച്ഛൻ ഇതെല്ലാം പ്രസംഗം, പാട്ട്, ഡാൻസ് ഇതെല്ലാം പഠിപ്പിച്ച് എനിക്കും അതിലേക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ നമ്മളിവിടെ എത്തിപ്പെട്ടു. ദേ ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഇങ്ങനെ അച്ഛൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഒരു നിമിത്തം. അവിടെ ആ ആറാമ്പള്ളി, ചുള്ളിമാനൂർ ആറാമ്പള്ളി, ആ റബ്ബർ പുരയിടത്തിൻ്റെ നടുക്കൊരു വീട്ടിൽ കിടക്കുന്ന ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കണമെങ്കിൽ അച്ഛൻ്റെ കഴിവ് തന്നെയാണ്. അച്ഛനും അമ്മയും തന്നെയാണ് എന്നെ ഇന്നിവിടെ എത്തിച്ചതും പിന്നെ ദൈവാനുഗ്രഹവും കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഈ ഒരു നിലയിൽ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും നമ്മുടെ ആറാമ്പള്ളി വീടെല്ലാം ഞാൻ ഉടനെ കാണിക്കുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ വസ്ത്രയുടെ പുറകെ നടക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഇപ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. കുറേ കാര്യങ്ങൾ ഡീൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇപ്പം നമുക്ക് വസ്ത്രയിൽ കുറച്ച് ഏറെ കളക്ഷൻസൊക്കെ ഇരിപ്പുണ്ട്. അതൊന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് ഈ ആറാമ്പള്ളി വീടും എൻ്റെ സ്കൂളും എല്ലാമൊക്കെ കാണിച്ച് തന്ന ശേഷം അടുത്ത വസ്ത്രയുടെ കളക്ഷൻസ് എടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. കാരണം എനിക്കെപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് എൻ്റെ ചുള്ളിമാനൂരുള്ള ആറാമ്പള്ളി വീട്. എൻ്റെ സ്വപ്നങ്ങളിൽ മിക്കവാറും വന്നു പോകുന്നൊരു വീടാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് അച്ഛൻ്റെ അമ്മച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എൻ്റെ അമ്മച്ചി ഉറങ്ങുന്ന മണ്ണാണ് അവിടെ. അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അമ്മയുടെ അച്ഛനെ അമ്മയൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാതെ അച്ഛൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്ര അറ്റാച്ച്മെൻറ്റ് എനിക്ക് അപ്പൂപ്പനോട് തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ അമ്മച്ചിയോട് എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റാണ്. ഞാൻ വേദയുടെയൊക്കെ ഏജുള്ളപ്പോൾ തന്നെ അമ്മച്ചി മരിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ചെറിയ പ്രായത്തിൽ ആ അമ്മച്ചിയോടുള്ളൊരു സ്നേഹം ഇപ്പോഴും മനസ്സിലുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അവിടെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു സ്ഥലമാണ് ഈ ആറാമ്പള്ളി, നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലം. പക്ഷേ ഇനി ഒരിക്കലും അവിടെ വാങ്ങൽ അതൊന്നും ഒട്ടും പ്രാക്ടിക്കലല്ല. വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ചെന്നപ്പോൾ കണ്ടപ്പോൾ പഴയ ആ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ വാങ്ങണം എന്നുള്ളൊരു ഇതൊന്നും മനസ്സിലില്ല. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വാങ്ങണം. നമ്മൾ ഈ വാക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ദൂരവും സിറ്റിയിൽ നിന്നൊക്കെ ഒരുപാട് മാറിയാണ് ചുള്ളിമാനൂർ. അപ്പോൾ പോകാനും വരാനൊക്കെ ഉള്ളൊരിത് കൊണ്ടാണ് നമ്മൾ അവിടെ കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മാറുന്നത്. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് അവിടെ വാങ്ങണം, വീണ്ടും ഞാൻ അവിടെ പോകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വിസിറ്റ് ചെയ്യാറുണ്ട്. ഒരു പ്രാവശ്യം പോയപ്പോൾ അവിടെയൊക്കെ അങ്ങ് ആകെ നശിച്ചു പോയി കേട്ടോ. അവിടെയെങ്കിലും പഴയ ആൾക്കാരാരുമില്ല. നെയ്ബേഴ്സൊക്കെ എല്ലാവരും ഇതുപോലെ വീടൊക്കെ കൊടുത്തിട്ടൊക്കെ മാറി. അപ്പോൾ ആരും ഒന്നുമില്ല, പുതിയ കുറേ ആൾക്കാർ. അതുകൊണ്ടിപ്പം അവിടെ വാങ്ങണമെന്നോ എടുക്കണമെന്നോ പിടിക്കണമെന്നോ അങ്ങനെ ഒരു ചിന്തകളൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്തായാലും ഞാൻ അവിടെ പോകും, വീഡിയോ ഷൂട്ട് ചെയ്യും, നിങ്ങളെ കാണിക്കും. ആ ഒരു ഇതെല്ലാം നിങ്ങളെ കാണിക്കും കേട്ടോ. എന്തായാലും ഞാൻ എന്തെന്നും എൻ്റെ അച്ഛൻ എന്തെന്നും ഒക്കെ ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി അമ്മ എന്തെന്നാണ് ഉള്ളത് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. അമ്മയെപ്പറ്റി ഇങ്ങനെ അച്ഛന് പറയാനുള്ള അത്രയും അധികമൊന്നും അമ്മയെപ്പറ്റി പറയാനില്ല. അമ്മയും ഇതുപോലൊരു സാധാരണ ഫാമിലി, ഒരു പോലീസുകാരൻ്റെ മകൾ, ഒരു സാധാരണ അമ്മ, 3 മക്കൾ, അതിലൊരാളാണ് നടുക്കത്തെ കഷ്ണമാണ് അമ്മ. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ അമ്മ. അമ്മയുടെ അച്ഛൻ്റെയും ലവ് സ്റ്റോറി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ലവ് കം അറേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെയുള്ള കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ പറയാം, അല്ലെങ്കിൽ നമുക്ക് അച്ഛനെ കൊണ്ട് അമ്മയെ കൊണ്ട് പറയിപ്പിക്കാം അല്ലേ. ഓക്കെ, എന്തായാലും അച്ഛനെ പറ്റി ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ എനിക്കെന്തോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതുപോലെ തോന്നുകയാണ്. പറയാൻ ഇത്രയൊന്നും അല്ല കേട്ടോ, ഒരുപാടുണ്ട്. പക്ഷേ എനിക്ക് ഇത്രേ പറയാൻ പറ്റുന്നുള്ളൂ, ഇത്രേ എനിക്ക് ഓർമ്മയിലുള്ളൂ, ഇത്രേ എനിക്ക് അറിയാവൂ. പക്ഷേ ഇപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അച്ഛൻ കഷ്ടപ്പെടുന്നു. അച്ഛൻ സത്യം പറയാമല്ലോ, ആവശ്യത്തിൽ കൂടുതൽ അച്ഛൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്.
അച്ഛൻ എന്നെ തിരിഞ്ഞും മറിഞ്ഞും നോക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഇപ്പോഴും അച്ഛനെന്തോ ഞാൻ വയ്യാതായാൽ എനിക്ക് ആരെയും കഷ്ടപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. എനിക്ക് വേണ്ടിയിട്ടുള്ള കാശ് എൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള കാശ് നിങ്ങളാരും ചിലവാക്കണ്ട, ഞാനത് ഉണ്ടാക്കിയിടും. എത്രയെന്ന് വെച്ചാൽ ഞാൻ നാളെ ഒരു കാലത്ത് പൈസയുടെ പേരും പറഞ്ഞ് എന്നെ ആരും ഉപേക്ഷിക്കരുത്, അവളെയും ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അച്ഛൻ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരാളാട്ടോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കാശുണ്ടെങ്കിലേ ഈ ലോകത്ത് വിലയുള്ളൂ. അത് അച്ഛൻ ആരോഗ്യത്തോടെ ഇരിക്കുന്ന കാലം വരെയും അച്ഛൻ അതിനു വേണ്ടി കഷ്ടപ്പെടും. ആരോഗ്യമില്ലാതാവുമ്പോൾ ഞങ്ങൾ മക്കൾ നോക്കും എന്നുള്ളൊരു വിശ്വാസം അച്ഛനും ഉണ്ട്, നമ്മളും നോക്കും എന്ന് തന്നെയാണ് നമ്മുടെയും വിശ്വാസം. ഇപ്പോഴൊക്കെ നമ്മൾ ഓരോ കഥകൾ അച്ഛനമ്മമാരെയൊക്കെ കൊണ്ടുവന്ന് അവിടെ ആക്കുന്നു ഇവിടെ ആക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്. അതൊന്നും ചിലപ്പോൾ അച്ഛൻ പറയും അത് കാശുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ചില മക്കൾ ഉപേക്ഷിക്കാത്തത്, അതുകൊണ്ട് എൻ്റെ കാശുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കളയില്ലല്ലോ എന്നൊക്കെയാണ് അച്ഛൻ്റെ ഒരു ചിന്ത. അമ്മയായാലും കാശുണ്ടെങ്കിൽ നിങ്ങൾ കളയില്ലല്ലോ എന്നാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ. എന്തായാലും കാശുണ്ടല്ലോ, അപ്പോൾ പിന്നെ നമ്മളെ കളയത്തില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. കാര്യം പറഞ്ഞ് നമ്മൾ നെട്ടയത്ത് പോയി, ചീമയുടെ വീട്ടിൽ പോയി, വീട്ടിൽ വന്ന് രാത്രി ഗോതമ്പ് ദോശയും ചമ്മന്തി പൊടിയും ഉണ്ടാക്കുന്നു. ഇത്രയൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. ഞാൻ വീട്ടിലൊന്നും വച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ തന്നെ നെട്ടയത്ത് പോയി. പിന്നെ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ബാങ്കിലൊക്കെ പോകണമായിരുന്നു, അരുവിക്കര നമ്മുടെ സ്ഥലത്തൊന്ന് പോകണമെന്നുണ്ടായിരുന്നു, ആ കാര്യം നടന്നില്ല. അപ്പോൾ അവിടെ പോയി, ചീമേര അവിടെ പോയി. ചീമേര അവിടെ നിന്ന് പൊറോട്ടയും ചിക്കനും ഒക്കെ കഴിച്ചിട്ട് നേരെ അവരെ കൊണ്ടുവന്ന് നെട്ടയത്താക്കിയ ശേഷം ഓടിപ്പിടച്ച് ഞാനിങ്ങ് വന്നു. പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.